അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തു ആലു ഇംറാനിലെ 20-ാമത്തെ ആയത്തിൽ വരുന്ന തജ്വീദ് നിയമങ്ങളെ നമുക്ക് പരിശോധിക്കാം ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഇൻ حاجوك فقل أسلمت وجهي لله ومن اتبعني وقل للذين أوتوا الكتاب والأميين أأسلمتم فإن أسلموا فقد اهتدوا وإن تولوا فإنما عليك البلاغ والله بصير بالعباد. إن الذين يكفرون بآيات الله ويقتلون النبيين بغير حق ويقتلون الذين يأمرون بالقسط من الناس فبشرهم بعذاب أليم. أولئك الذين حبطت أعمالهم في الدنيا والآخرة وما لهم من ناصرين. فإن حاجوك فقل أسلمت وجهي لله ومن اتبعني. ഇവിടെ ഫഇൻ എന്നതിലെ സുക്കൂനുള്ള നൂൻ ഇൽഹാറാണ്. കാരണം ഇവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം വന്നിട്ടുള്ള അക്ഷരം ഇൽഹാറിന്റെ അക്ഷരമായ ഹ ആണ്. അതുകൊണ്ട് ഇവിടെയുള്ള സുക്കൂനുള്ള നൂനിന്റെ ശബ്ദം വ്യക്തമായി കേൾക്കണം, മണിക്കാൻ പാടില്ല. ഹാജൂക, ഇവിടെ ഹ എന്നുള്ള ദീർഘം മദ് ലാസിമാണ്. അതായത് ഇവിടെ ദീർഘാക്ഷരത്തിന് ശേഷം ഷദ് വന്നിരിക്കുന്നു. ഹ എന്നുള്ള അലിഫ് മദ്ദിന് ശേഷം തൊട്ടടുത്ത് ഷദ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഹ എന്നുള്ള ദീർഘം 6 ഹറക്കത്തിന്റെ സമയമെടുത്ത് വളരെ നിർബന്ധമായും നീട്ടി ഓതേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഹാഇന്റെ മഖ്റജും പ്രത്യേകം ശ്രദ്ധിക്കണം. ജു എന്നുള്ള ദീർഘം സാധാരണ ദീർഘമാണ്, 2 ഹർക്കത്തിൽ കൂടുതൽ അവിടെ നീട്ടാൻ പാടില്ല. ഫഖുൽ അസ്ലംതു വജ്ഹിയ, വജ് ഇവിടെ ജീം എന്ന അക്ഷരം സുക്കൂനോട് കൂടി വന്നിരിക്കുന്നു. ജീം അൽഖലയുടെ അക്ഷരമാണ്. അതുകൊണ്ട് തന്നെ ജ് എന്ന് മുഴുവനായി വ്യക്തമായി ആ അക്ഷരം കേൾക്കണം. വജ്ഹിയ ലില്ലാഹി വമനിത്തബഅനി എന്നാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷെ അവിടെ ആ ഭാഗത്ത് വഖഫിന്റെ അടയാളമായ ഖീലി കാണാം, അതായത് ഖാഫും ലാമും കാണാം. ഇങ്ങനെ വരുന്ന ഭാഗങ്ങളിൽ വഖഫ് ചെയ്യുന്നതാണ്, അതായത് നിർത്തുന്നതാണ് ഉത്തമം. ഇവിടെ നിർത്തുന്ന സമയത്ത് കെസ്റയോട് കൂടിയ നൂനിനെ സുക്കൂനുള്ള നൂനാക്കി മാറ്റണം. വമനിത്തബഅൻ, ഐനിന്റെ ഉച്ചാരണവും ഈ ഭാഗത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. വഖുൽ ലില്ലദീന, ഇവിടെ വഖുൽ
എന്ന ഭാഗത്ത് സുകൂനുള്ള ലാം കാണാം. അതിന് തൊട്ടടുത്തായി വന്നിട്ടുള്ളത് അതേ അക്ഷരം തന്നെയാണ്, അതായത് ലാം തന്നെയാണ്. ആ ലാം ഹറക്കത്തോടുകൂടി, അതായത് കെസ്റയോടുകൂടി വന്നിരിക്കുന്നു. ഇങ്ങനെ ഒരേ അക്ഷരത്തിന് തന്നെ സുകൂനും അതിന് തൊട്ടടുത്ത് അതേ അക്ഷരം ഹറക്കത്തോടും കൂടി വന്നാൽ അവിടെ ഇദ്ഗാം സംഭവിക്കും. ഇത്തരം ഇദ്ഗാമിന് പറയുന്ന പേരാണ് ഇദ്ഗാം മുതമാസിലൈൻ. അതായത് ഇവിടെയുള്ള സുകൂനുള്ള ലാം ഹറക്കത്തുള്ള ലാമിലേക്ക് ലയിച്ചു ചേരുന്നു. അങ്ങനെയാണ് രണ്ടാമത് വന്നിട്ടുള്ള ലാമിന് ശദ്ദ് സംഭവിച്ചിട്ടുള്ളത്. വഖുല്ലില്ലദീന ഊതുൽ കിതാബ വൽ ഉമ്മി. ഇവിടെ മീം ശദ്ദോടുകൂടി വന്നിരിക്കുന്നു. ശദ്ദോടുകൂടിയ മീം 2 ഹർക്കത്തിന്റെ സമയമെടുത്ത് മണിക്കണം. ഉമ്മി ഉമ്മീന അസ്ലംതും. അവിടെയും നമുക്ക് വഖഫ് ചെയ്യാം. അതായത് വഖഫ് അനുവദനീയമാണ് എന്നുള്ള വഖഫിന്റെ അടയാളമായ ജീം നമുക്ക് അവിടെ കാണാം. ഫഇൻ അസ്ലമു. ഫഇൻ, ഇവിടെയും സുകൂനുള്ള നൂൻ കാണാം. സുകൂനുള്ള നൂനിന് തൊട്ടടുത്ത് വന്നിട്ടുള്ള അക്ഷരം ഇൽഹാറിന്റെ അക്ഷരമാണ്, അതായത് ഹംസയാണ്. അതുകൊണ്ട് ഇവിടെയുള്ള സുകൂനുള്ള നൂൻ വ്യക്തമായി കേൾക്കണം, മണിക്കാൻ പാടില്ല. ഫഇൻ അസ്ലമു ഫഖദിഹ്തദൗ. ഖാഫ് എന്ന അക്ഷരം ഹെവി ലെറ്റർ ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഫഖദിഹ്തദൗ. ഇവിടെ നമുക്ക് സിലി കാണാം, അതായത് സ്വാദും ലാമും കാണാം. വഖഫിന്റെ അടയാളമാണ്. ഇവിടെ ചേർത്തോതുന്നതാണ് ഉത്തമമെങ്കിലും വേണമെങ്കിൽ നമുക്കിവിടെ വഖഫ് ചെയ്യാം. ഇങ്ങനെ വഖഫ് ചെയ്യുമ്പോൾ, അതായത് നിർത്തുമ്പോൾ, അവസാനം വരുന്ന അക്ഷരം സുകൂനുള്ള വാവാണ്. ഫഖദിഹ്തദൗ. ഇനി ഇവിടെ വഖഫ് ചെയ്യാതെ ചേർത്ത് ഓതുകയാണെങ്കിൽ ഫഖദിഹ്തദൗ, ഇവിടെ സുകൂനുള്ള വാവുണ്ട്. അതിന് തൊട്ടടുത്ത് അതേ അക്ഷരം തന്നെ, അതായത് വാവ് തന്നെ ഹറക്കത്തോടുകൂടി വന്നിരിക്കുന്നു. ഇവിടെയും ഇദ്ഗാം മുതമാസിലൈൻ സംഭവിച്ചിരിക്കുന്നു. അങ്ങനെയാണ് ഇവിടെ രണ്ടാമത് വന്നിട്ടുള്ള ഹറക്കത്തുള്ള അക്ഷരത്തിന് ശദ്ദ് വന്നിട്ടുള്ളത്. ഫഖദിഹ്തദൗ വഇൻ തവല്ലൗ. ഫഖദിഹ്തദൗ. അവിടെ വാവിന് ശബ്ദോട് കൂടി തന്നെ ചേർത്ത് ഓതുമ്പോൾ പറയേണ്ടതുണ്ട്. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ടത് വഇൻ, ഇവിടെ സുകൂനുള്ള നൂൻ വന്നിരിക്കുന്നു. തൊട്ടടുത്ത് വന്നിട്ടുള്ള അക്ഷരം ഇഖ്ഫ ബിഗുന്നയുടെ അക്ഷരമായ ത ആണ്. അതായത് ഇവിടെയുള്ള സുകൂനുള്ള നൂനിന്റെ ശബ്ദത്തെ മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം. വഇൻ തവല്ലൗ ഫഇന്നമ. ഇവിടെ നൂൻ ശബ്ദോടുകൂടി വന്നിരിക്കുന്നു. 2 ഹർക്കത്തിന്റെ സമയമെടുത്ത് ഇവിടെയും മണിക്കണം. ഫഇന്നമ. മ എന്ന ദീർഘം സാധാരണ ദീർഘമാണ്. 2 ഹർക്കത്തിൽ കൂടുതൽ അവിടെ നീട്ടാൻ പാടില്ല. അലൈക്കൽ ബലാഗു. ഇവിടെയും നമുക്ക് വഖഫിന്റെ അടയാളമായ ഖിലി കാണാം. അതായത് ഇവിടെ നിർത്തുന്നതാണ് ഉത്തമം. ഇങ്ങനെ നിർത്തുന്ന സമയത്ത് ഗൈനിനെ സുകൂനോട് കൂടിയാണ് നിർത്തേണ്ടത്. ഇവിടെ ഗൈനിന് സുകൂനോട് കൂടി വഖഫ് ചെയ്യുമ്പോൾ അതിന് തൊട്ടു മുമ്പ് വന്നിട്ടുള്ള അക്ഷരം ദീർഘാക്ഷരമാണ്. അതുകൊണ്ട് തന്നെ ആ ദീർഘം മദ് ആരിദായി മാറും. അവിടെ നമുക്ക് 2, 4, 6 ഹർക്കത്തിന്റെ സമയമെടുത്ത് ലാ എന്ന ദീർഘം നീട്ടി ഓതാവുന്നതാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം, ഗൈൻ എന്ന അക്ഷരം ഖൽഖലയുടെ അക്ഷരമല്ല. അതുകൊണ്ട് തന്നെ ഗൈനിന് സുക്കൂൻ നൽകുമ്പോൾ ഖൽഖലയാവാതെ, അതായത് എന്ന് മുഴുവനായി വ്യക്തമായി കേൾക്കാതെയും ശ്രദ്ധിക്കണം. വല്ലാഹു ബസീറുൻ. ഇവിടെ റാഇന് തൻവീൻ ബിൽ ദമ്മയാണ്, റുൻ എന്നാണ്. ഈ തൻവീനിന് തൊട്ടടുത്ത് വന്നിട്ടുള്ള അക്ഷരം ബ എന്ന അക്ഷരമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇഖ്ലാബ് സംഭവിക്കും. അതായത് റുൻ എന്നുള്ളതിലെ സുകൂനുള്ള നൂൻ
അവിടെ സുക്കൂനുള്ള മീമായി മാറ്റുന്നു. പിന്നെ അവിടെ പാരായണം ചെയ്യേണ്ടത് സുക്കൂനുള്ള മീമിന് ശേഷം ബ വന്നാലുള്ള നിയമത്തോടു കൂടിയാണ്. അതായത് സുക്കൂനുള്ള മീമിന് ശേഷം ബ വന്നാൽ അവിടെ ഇഖ്ഫ ബിഗുന്നയോട് കൂടിയാണ് പാരായണം ചെയ്യേണ്ടത്. വല്ലാഹു ബസീറുൻ ബിൽ ഇബാദ്. ഇവിടെ ഐനിന്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക. ദാലിന് സുക്കൂൻ നൽകിക്കൊണ്ടാണ് അവിടെ നമ്മൾ വഖഫ് ചെയ്യുന്നത്. ഇവിടെ ദാൽ എന്ന അക്ഷരം ഖൽഖലയുടെ അക്ഷരമാണ്. അതുകൊണ്ട് തന്നെ ദ് എന്ന് മുഴുവനായി വ്യക്തമായി കേൾക്കണം. ഇങ്ങനെ വഖഫ് ചെയ്യുന്ന സമയത്ത് ബ എന്ന ദീർഘം മദ് ആരുതായി മാറും. അവിടെ ബ എന്ന ദീർഘത്തെ നമുക്ക് 2, 4, 6 ഹർക്കത്തിന്റെ സമയമെടുത്ത് നീട്ടി ഓതാവുന്നതാണ്. പരിശുദ്ധ ഖുർആൻ ഏറ്റവും ശരിയായ രീതിയിൽ പാരായണം ചെയ്യാനും അതിന്റെ അർത്ഥമറിഞ്ഞുകൊണ്ട് ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പൂർണ്ണമായ തൃപ്തി കൈവരിക്കാനും കാരുണ്യവാനായ റബ്ബ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.